Dear friends, welcome to Electron College. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡിജിറ്റൽ ലോജിക് ഗേറ്റ്സ്. So logic gates, they are the fundamental building blocks of digital system. So digital systems design ചെയ്യുമ്പോൾ logic gates ആയിരിക്കും നമ്മൾ the most fundamental ആയിട്ട് യൂസ് ചെയ്യുന്ന fundamental and the most basic blocks. And it produces an output level when some combination of input levels are present. അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ട് ലെവൽസ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഔട്ട്പുട്ട്സ് ജനറേറ്റ് ആവുന്നത്. ലെവൽസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ലെവൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഹൈ ആൻഡ് ലോ, ട്രൂ ആൻഡ് ഫോൾസ്, ഓൺ ആൻഡ് ഓഫ്, അല്ലെങ്കിൽ 1 and 0. സോ ബേസിക് ലോജിക് ഗേറ്റ്സ് or and, not and, or gate. So these three are the basic logic gates. So the first gate is AND gate. The first logic gate is AND gate. So AND gate has 2 or more inputs. അപ്പോൾ ഇത് AND ഗേറ്റിൻ്റെ ലോജിക് സിമ്പിളാണ്. ഇവിടെ 2 ഇൻപുട്ട്സ് കാണാം, X, Y, and 1 output, that is F. And this is the truth table of AND gate. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇൻപുട്ട്സേ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ 2 തന്നെ ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ 2 ഇൻപുട്ട്സ് ആൾസോ. അപ്പോൾ ട്രൂത്ത് ടേബിൾ 2 ഇൻപുട്ട്സ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, X ആൻഡ് Y. അപ്പോൾ 4 കോമ്പിനേഷൻസ് ഉണ്ടാവും അല്ലേ. സോ 0 0 0 1 1 0 1 1 ആർ ദ 4 പോസിബിൾ കോമ്പിനേഷൻസ്. ആൻഡ് ദീസ് ആർ ദി ഔട്ട്പുട്ട് വാല്യൂസ്. 0 0 ഇൻപുട്ട് 0 0 ലെവൽ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. ഇൻപുട്ട് ലെവൽ 0യും 1ഉം ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. ഇൻപുട്ട് ലെവൽ 1 1 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1. ആൻഡ് ഈ ആൾജിബ്രൈക് എക്സ്പ്രഷൻ നോട്ട് ചെയ്യുക. ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ആൻഡ് ഗേറ്റ് എഫ്, ഔട്ട്പുട്ട് എഫ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ. അതായത് the dot symbol has to be used. Dot symbol, X is the first input, Y is the second input. So first input dot second input. Now output is logic 1 if and only if all its inputs are 1. So ഈ ട്രൂത്ത് ടേബിൾ ശ്രദ്ധിക്കുക. ഇവിടെ എല്ലാ ഇൻപുട്ട്സും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുന്നുള്ളൂ. ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് 1 ജനറേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ഇൻപുട്ട്സും, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇൻപുട്ട്സും 1 ആയിരിക്കണം. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. ആൻഡ് ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ആൻഡ് ഗേറ്റ്. സോ ഇവിടെ നോക്കിക്കേ, 0 0 2 ഇൻപുട്ടും 0 ആണ്, ഔട്ട്പുട്ട് 0 ആണ്. ഇവിടെ X 0 ആണ്, സോ ഔട്ട്പുട്ട് 0 ആണ്. ഇവിടെ Y 0 ആണ്, സെക്കൻഡ് ഇൻപുട്ട് 0 ആണ്, ഔട്ട്പുട്ട് ഈസ് 0. അപ്പോൾ 2 ഇൻപുട്ട്സും 1 ആവുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുന്നുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. ദിസ് ഈസ് അബൌട്ട് ആൻഡ് ഗേറ്റ്. സോ ഇത് ഒരു 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണല്ലോ. Now this is a 3 input AND gate. അപ്പോൾ ഇൻപുട്ട്സ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾസ് A, B and C, 3 ഇൻപുട്ട്സ്, ആൻഡ് ദർ ഈസ് ഓൺലി 1 ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് 3 ആവണമെന്നില്ല, ഇതിൽ കൂടുതൽ ഇൻപുട്ട്സും നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ദർ വിൽ ബി ഓൺലി 1 ഔട്ട്പുട്ട്, ആൻഡ് ദാറ്റ് ഔട്ട്പുട്ട് X ഈസ് ഈക്വൽ ടു A ഡോട്ട് B ഡോട്ട് C. സോ എത്ര ഇൻപുട്ട്സ് ഉണ്ടോ അത്രയും ഡോട്ട് പ്രോഡക്ട്സ് നമ്മളിവിടെ എഴുതണം, A ഡോട്ട് B ഡോട്ട് C. ദിസ് ഈസ് ദ അൾജിബ്രൈക് ഇക്വേഷൻ. സോ വീണ്ടും ട്രൂത്ത് ടേബിൾ ശ്രദ്ധിക്കുക. സോ 3 ഇൻപുട്ട്സ്, നമ്മൾ 3 ഇൻപുട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ദർ ആർ 8 പോസിബിൾ കോമ്പിനേഷൻ അല്ലേ. 2 power 3 is equal to 8. So there will be 8 possible combinations. അപ്പോൾ 0 0 0 is the first combination, 0 0 1 0 1 0 0 1 1 etc. up to 1 1 1. സോ ഇത്രയും പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ 3 ഇൻപുട്ട് യൂസ് ചെയ്യുമ്പോൾ. ഔട്ട്പുട്ട് ശ്രദ്ധിക്കുക. ഔട്ട്പുട്ട് നമുക്കറിയാമല്ലോ, ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ലോജിക് 1 ആവണമെങ്കിൽ എല്ലാ ഇൻപുട്ട്സും 1 ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ലോജിക്കൽ 1 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ കോമ്പിനേഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു കേസ് ലാസ്റ്റ് കോമ്പിനേഷൻ, ഈ ലാസ്റ്റ് കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ എല്ലാ ഇൻപുട്ട്സും 1 ആവുന്നത്. അതായത് ഇൻപുട്ട് A ഈസ് 1, ഇൻപുട്ട് B ഈസ് 1, ഇൻപുട്ട് C ഈസ് 1. സോ ഓൾ ദ 3 ഇൻപുട്ട്സ് ആർ 1, then the output will be 1. ബാക്കിയുള്ള എല്ലാ കോമ്പിനേഷൻസിലും
ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും സീറോ ആവുന്നുണ്ട്. ഈ ഒരു കേസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ എയും സിയും സീറോയാണ്. ഇവിടെ ഈ ഒരു കേസ് നോക്കിക്കേ, ഇവിടെ ബി ഇൻപുട്ട് ബി ഈസ് സീറോ. സോ മിനിമം ഒരു ഇൻപുട്ടെങ്കിലും സീറോ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദി ഔട്ട്പുട്ട് വിൽ ബി സീറോ. ദ ഔട്ട്പുട്ട് വിൽ ബി സീറോ. So this is about AND gate. Now the next gate is OR gate. So OR gate inde logic symbol aanu kaanichirikkunne. Idu first input, x is the first input, y is the second input, f is the output. appo idoru 2 input OR gate aanu. Inputs AND gate pole thanne ivideyum 2 avanonnilla, adil koodal inputs namukku use cheyam. Algebraic equation ശ്രദ്ധിക്കുക. Capital F output capital F is equal to x plus y, അതായത് or operation. This is or operation. നമ്മൾ പ്ലസ് സിമ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ആണെങ്കിൽ നമ്മൾ ഡോട്ട് യൂസ് ചെയ്തു. സോ ഫോർ or operation നമ്മൾ പ്ലസ് സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇൻപുട്ട് പ്ലസ് സെക്കൻഡ് ഇൻപുട്ട്. ആൻഡ് see the output is logic 1 if any one of the input is logic 1. അതായത് ട്രൂത്ത് ടേബിളിലേക്ക് വരിക. ഫസ്റ്റ് ഇൻപുട്ട് അല്ലേ, y ഈസ് ദ സെക്കൻഡ് ഇൻപുട്ട്, ദിസ് ഈസ് ദി ഔട്ട്പുട്ട്. ഇപ്പോൾ രണ്ട് ഇൻപുട്ട്സ് ആയതുകൊണ്ട് 4 പോസിബിൾ കോമ്പിനേഷൻ 0 0 0 1 1 0 1 1. അപ്പോൾ ഇൻ OR ഗേറ്റ് ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഈ കോമ്പിനേഷൻ നോക്കിക്കുക, ഇവിടെ രണ്ട് ഇൻപുട്ട്സും 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് 0. സോ ഇവിടെ ദ സെക്കൻഡ് ഇൻപുട്ട് y 1 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഈസ് 1. ഇവിടെ ഫസ്റ്റ് ഇൻപുട്ട് ഈസ് 1, so the output will be 1. So if any one input is 1, the output will be 1. Otherwise the output will be 0. അതായത് രണ്ട് ഇൻപുട്ട്സും അല്ലെങ്കിൽ all inputs 0 ആവുകയാണെങ്കിൽ output will be 0. So output is logic 0 if all of its inputs are logic 0. So നമുക്കൊരു 3 input OR gate ആണ് കാണിച്ചിരിക്കുന്നത്. സോ എ ബി സി ആണ് 3 ഇൻപുട്ട്സ്. അപ്പോൾ അൾജിബ്രൈക് ഇക്വേഷൻ ഔട്ട്പുട്ട് എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. സോ എത്ര ഇൻപുട്ട്സ് ഉണ്ടോ അത്രയും ഇൻപുട്ട്സ് ഇവിടെ ആഡ് ചെയ്യണം. ആൻഡ് ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ. ഇവിടെ നമ്മൾ 3 ഇൻപുട്ട്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ 8 കോമ്പിനേഷൻസ് ഉണ്ടാവും, 0 0 0 2 1 1 1 വരെ. ആൻഡ് ഔട്ട്പുട്ട്സ് എക്സ് ഈസ് ദി ഔട്ട്പുട്ട്. OR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1 അല്ലേ. ഇവിടെ നോക്കിക്കേ, ഈ ഇൻപുട്ട് 1 ആണ്, ഔട്ട്പുട്ട് ഇവിടെ 1 ആണ്. ഈ കേസ് ബി ഈസ് 1, സെക്കൻഡ് ഔട്ട്പുട്ട് ഈസ് 1. അപ്പോൾ സെക്കൻഡ് ഇൻപുട്ട് ഈസ് 1, സോ ഔട്ട്പുട്ട് വിൽ ഓൾസോ ബി 1. അപ്പോൾ അങ്ങനെ ഓരോ കണ്ടീഷനും നോക്കിയാൽ അതായിരിക്കും റിസൾട്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻപുട്ട് 1 ആണ്, സെക്കൻഡ് ഇൻപുട്ടും 1 ആണ്, സോ ഔട്ട്പുട്ട് വിൽ ബി 1. ലാസ്റ്റ് കേസ് നോക്കിക്കേ, 3 ഇൻപുട്ട്സും 1 ആണ്, ഔട്ട്പുട്ട് ഈസ് 1. സോ OR ഗേറ്റ് ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1. ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. Now the next gate is NOT gate. But NOT gate is also called inverter. And NOT gate inde logic symbol aanidhu. So NOT gate, it has only one input and one output. So ഒരു ഇൻപുട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ആൻഡ് ഇവിടെ എക്സ് ഈസ് ദ ഇൻപുട്ട്, എഫ് ഈസ് ദി ഔട്ട്പുട്ട്. അപ്പോൾ നോട്ട് എന്ന് പറയുന്നത് ശരിക്കും കോംപ്ലിമെൻ്റ് ആണ്. സോ ഔട്ട്പുട്ട് ഈസ് ദ കോംപ്ലിമെൻ്റ് ഓഫ് ഇൻപുട്ട്. ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും ഔട്ട്പുട്ട്. ഈ ലോജിക് എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക, ഔട്ട്പുട്ട് എഫ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് കോംപ്ലിമെൻറ്റ് എക്സ് കോംപ്ലിമെൻറ്റ്. അതാണ് ഈ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്സ് കോംപ്ലിമെൻറ്റ്. സോ ഔട്ട്പുട്ട് ഈസ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ഇൻപുട്ട്. സോ ട്രൂത്ത് ടേബിൾ വളരെ ക്ലിയർ ആണ്. എക്സ് ഇൻപുട്ടാണ്, എഫ് ഔട്ട്പുട്ട്. സോ എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1. ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണോ അതായിരിക്കും ഔട്ട്പുട്ട്. എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് 0. ദാറ്റ് ഈസ് അബൌട്ട് നോട്ട് ഗേറ്റ്. നൗ ബഫർ ഗേറ്റ്. സോ ബഫർ ഗേറ്റിൻ്റെ ലോജിക് സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെയും എക്സ് ആണ് ഇൻപുട്ട്, എഫ് ഔട്ട്പുട്ട്. ആൻഡ് ബഫർ ഗേറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കോപ്പീസ് ദ ഇൻപുട്ട് ടു ദ ഔട്ട്പുട്ട്. ഇൻപുട്ടിൻ്റെ വാല്യൂ എന്താണോ അത് ഔട്ട്പുട്ടിലോട്ട് കോപ്പി ആവുന്നു, അല്ലെങ്കിൽ ഇൻപുട്ട് എന്താണോ അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ട്. സോ എഫ് ഈക്വൽ ടു എക്സ് അതായിരിക്കും നമ്മുടെ അൽജിബ്രൈക് ഇക്വേഷൻ. ഔട്ട്പുട്ട് ഈസ് സെയിം ആസ് ദ ഇൻപുട്ട്. ട്രൂത്ത് ടേബിൾ ശ്രദ്ധിക്കുക, ദിസ് ഈസ് ഇൻപുട്ട് എക്സ്, ദിസ് ഈസ് ഔട്ട്പുട്ട് എഫ്. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ
ഔട്ട്പുട്ട് ഈസ് ഓൾസോ 0. എക്സ് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ഓൾസോ 1. ഇപ്പോൾ നമ്മുടെ ബേസിക് ഗേറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ്, ഓർ, നോട്ട്. സോ ദീസ് 3 ആർ ദ ബേസിക് ഗേറ്റ്സ്. ഇനി ഡിറൈവ്ഡ് ഗേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിറൈവ്ഡ് ഗേറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദീസ് ബേസിക് ഗേറ്റ്സ്. അതാണ് നമ്മൾ ഈ ഡിറൈവ്ഡ് ഗേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കലി 4 ടൈപ്സ് ഓഫ് ഡിറൈവ്ഡ് ഗേറ്റ്സ്: നാൻഡ്, നോർ, എക്സ്ക്ലൂസീവ് ഓർ ആൻഡ് എക്സ്ക്ലൂസീവ് നോർ. So first gate is NAND gate. അപ്പോൾ NAND means not AND. So not basic ഗേറ്റും AND basic ഗേറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് NAND ഗേറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ NAND ഈസ് എ കോമ്പിനേഷൻ ഓഫ് AND ഗേറ്റ് ആൻഡ് ഇൻവെർട്ടർ, അതായത് നോട്ട് ഗേറ്റ്. ലോജിക് സിമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു AND ഗേറ്റിൻ്റെയും പിന്നെ ഒരു ബബിൾ, അതായത് നോട്ട് ഗേറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ. സോ ഇൻപുട്ട്, 2 ഇൻപുട്ട്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, എക്സ് ആൻഡ് വൈ. ഔട്ട്പുട്ട് ഈസ് എഫ്. നൗ അൽജിബ്രൈക് ഇക്വേഷൻ എഫ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ കോംപ്ലിമെൻറ്റ് അല്ലേ. സോ ദിസ് ഈസ് എക്സ് ഡോട്ട് വൈ ആണല്ലോ നമ്മുടെ ആൻഡ് ഓപ്പറേഷൻ. നാൻഡ് എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് ആൻഡ് ഇൻവെർട്ടർ. അപ്പോൾ ആദ്യം ആൻഡ് ഓപ്പറേഷൻ ചെയ്യുക, എഫ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ, എന്നിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുക, എക്സ് ഡോട്ട് വൈ കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഗീവ്സ് നാൻഡ്. Truth table. So x is the input, y is the input, f is the output. അപ്പോൾ 4 കോമ്പിനേഷൻസ് 0 0 0 1 1 0 1 1. ഔട്ട്പുട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നാൻഡ് എന്ന് പറയുമ്പോൾ ആൻഡും നോട്ടും ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നു. 0 0 ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക 0 ആയിരിക്കും. ദെൻ ഇത് കോംപ്ലിമെൻറ്റ് ചെയ്യണം അല്ലേ, ആൻഡും പിന്നെ കോംപ്ലിമെൻറ്റ്. ഇത് കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1. സോ അതാണ് ഈ 1. ഇപ്പോൾ ലാസ്റ്റ് ഒരു കേസ് നോക്കാം, 1 ആൻഡ് 1, എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1. സോ ഈ 2 ഇൻപുട്ട്സും നമ്മൾ ആദ്യം ആൻഡ് ചെയ്യുന്നു. ആൻഡ് ചെയ്യുമ്പോൾ 1 ഡോട്ട് 1 ദാറ്റ് ഈസ് 1, എന്നിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യണം. കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0. അതാണ് ഈ ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ട്രൂത്ത് ടേബിൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ശ്രദ്ധിക്കുക, ഇഫ് എനി വൺ ഓഫ് ദ ഇൻപുട്ട് ഈസ് ലോജിക് 0, ഔട്ട്പുട്ട് ഈസ് ലോജിക് 1. ട്രൂത്ത് ടേബിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ലോജിക് 1 ആയിരിക്കും ഇൻ നാൻഡ് ഗേറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2 ഇൻപുട്ട്സും 0 ആണ്, ഔട്ട്പുട്ട് 1 ആണ്. ഇവിടെ എക്സ് 0 ആണ്, ഔട്ട്പുട്ട് ഈസ് 1. ഈ കേസിൽ വൈ 0 ആണ്, ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 0 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ലോജിക് 1. ആൻഡ് ഈ ക്രൈറ്റീരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ബോത്ത് ഇൻപുട്ട്സ് ആർ ലോജിക് 1, if both inputs are logic 1, output is logic 0. 2 ഇൻപുട്ട്സും ഈക്വൽ ആണെങ്കിൽ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ട്സ് ഈക്വൽ ആണെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് നാൻഡ് ഗേറ്റ് ഈസ് ലോജിക് 0. അപ്പോൾ ഇതൊരു 3 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആണ്, എ ബി സി. അപ്പോൾ എക്സ് ഈക്വൽ ടു ആദ്യം ആൻഡ് ഓപ്പറേഷൻ, എക്സ് ഈക്വൽ ടു ആൻഡ് ഓപ്പറേഷൻ, എന്നിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് നാൻഡ്. ഇതാണ് അൽജിബ്രൈക് ഇക്വേഷൻ, എക്സ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇൻപുട്ട്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, എ ബി സി. 3 ഇൻപുട്ട്സ് ആയതുകൊണ്ട് നമുക്ക് 8 കോമ്പിനേഷൻസ് ഉണ്ടാവും. ഔട്ട്പുട്ട് ഇവിടെ എക്സ് ആണ്. അപ്പോൾ 0 0 0. നമുക്ക് ഈ ട്രൂത്ത് ടേബിൾ വേണമെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ആദ്യം ഇതിൻ്റെ ആൻഡ് എടുത്തിട്ട് നമുക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ക്രൈറ്റീരിയ ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ ഫില്ല് ചെയ്യാം. അതായത് ഇഫ് എനി വൺ ഓഫ് ദ ഇൻപുട്ട് ഈസ് ലോജിക് 0, ഔട്ട്പുട്ട് ഈസ് ലോജിക് 1. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആവുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, ഇവിടെ 0 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. ഇവിടെ 0 ആണ്, ഔട്ട്പുട്ട് 1 ആണ്. സോ എനി വൺ ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1. ഇഫ് ഓൾ ഇൻപുട്ട്സ് ആർ 1, ഇവിടെ ശ്രദ്ധിക്കുക, 3 ഇൻപുട്ട്സ് 1 ആണ്, അപ്പോൾ മാത്രമേ ഔട്ട്പുട്ട് 0 ആവുന്നുള്ളൂ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് നാൻഡ് ഗേറ്റ്. Now next gate is NOR gate. Now NOR gate is not and OR. അതായത് ഒരു OR ഗേറ്റിൻ്റെയും ഒരു ഇൻവെർട്ടർ നോട്ട് ഗേറ്റിൻ്റെയും കോമ്പിനേഷൻ, ദാറ്റ് ഈസ് NOR ഗേറ്റ്. സോ സിമ്പിൾ ശ്രദ്ധിക്കുക, നമ്മുടെ OR ഗേറ്റിൻ്റെ സിമ്പിളും പിന്നൊരു നോട്ട്. സോ ദിസ് ഈസ് OR ആൻഡ് ദിസ് ഈസ് നോട്ട്. കോമ്പിനേഷൻ ഓഫ് ദീസ് 2 ബേസിക് ഗേറ്റ്സ് ഫോം NOR ഗേറ്റ്. അപ്പോൾ ഇവിടെ 2 ഇൻപുട്ട്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, എക്സ് ആൻഡ് വൈ. ഔട്ട്പുട്ട് ഈസ് എഫ്.
അപ്പോൾ അൾജിബ്രൈക് ഇക്വേഷൻ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ മനസ്സിലായല്ലോ. എഫ് ഈക്വൽ ടു നമ്മൾ ആദ്യം ഓർ ചെയ്യുന്നു, അതായത് എഫ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, എന്നിട്ടത് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് വിൽ ബി ദ അൾജിബ്രൈക് ഇക്വേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് വൈ രണ്ട് ഇൻപുട്ട്സ്, ഒരു ഔട്ട്പുട്ട് എഫ്. ഇപ്പോൾ 0 0, സോ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം നമ്മൾ ഓർ ഓപ്പറേഷൻ ചെയ്യുന്നു, അതായത് എക്സ് പ്ലസ് വൈ. സോ എക്സ് പ്ലസ് വൈ 0 പ്ലസ് 0 ഈസ് 0, എന്നിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യണം. കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ 0 കോംപ്ലിമെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ യുവർ ഔട്ട്പുട്ട് ഈസ് 1. അതുപോലെ തന്നെയാണ് എല്ലാ കോമ്പിനേഷൻസിനും ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഓർത്ത് വെക്കുക, ഇഫ് ബോത്ത് ഇൻപുട്ട്സ് ആർ ലോജിക് 0, ഔട്ട്പുട്ട് ഈസ് ലോജിക് 1. ഇഫ് ബോത്ത് ഇൻപുട്ട്സ് ആർ ലോജിക് 0, ഔട്ട്പുട്ട് ഈസ് ലോജിക് 1. ബാക്കിയുള്ള എല്ലാ കോമ്പിനേഷൻസിനും ഔട്ട്പുട്ട് 0 ആണ്. അതായത് രണ്ട് ഇൻപുട്ടും ലോജിക് 0 ആവുമ്പോഴേ ഔട്ട്പുട്ട് 1 ആവുന്നുള്ളൂ. റിമൈനിങ് കോമ്പിനേഷൻസിന് മുഴുവൻ ഔട്ട്പുട്ട് വിൽ ബി 0. ഇതൊരു 3 ഇൻപുട്ട് നോർ ഗേറ്റ്. 3 ഇൻപുട്ട് നോർ ഗേറ്റിൻ്റെ എക്സാമ്പിളാണ്. എ ബി സി 3 ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട് അൾജിബ്രൈക് ഇക്വേഷൻ ആസ് യൂഷ്വൽ നമ്മൾ ആദ്യം ഓർ ചെയ്യുന്നു, എ പ്ലസ് ബി പ്ലസ് സി, എത്ര ഇൻപുട്ട്സ് ഉണ്ടോ അത്ര ഇൻപുട്ട്സ് ഓർ ചെയ്യുന്നു, എന്നിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ ട്രൂത്ത് ടേബിളാണിത്. ഇൻപുട്ട്സിൻ്റെ കോമ്പിനേഷൻസ് 0 0 0 to 1 1 1 വരെ 8 കോമ്പിനേഷൻസ്. ഔട്ട്പുട്ട് ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഔട്ട്പുട്ട് നമുക്കറിയാമല്ലോ, ഇഫ് ഓൾ ഇൻപുട്ട്സ് ആർ ലോജിക് 0, എല്ലാ ഇൻപുട്ട്സും ലോജിക് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ലോജിക് 1 ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഈ ഫസ്റ്റ് കേസിൽ മാത്രമേ ഉള്ളൂ. 0 0 0, ഓൾ ഇൻപുട്ട്സ് ആർ ലോജിക് 0, ഔട്ട്പുട്ട് വിൽ ബി ലോജിക് 1. ബാക്കിയുള്ള മുഴുവൻ കോമ്പിനേഷൻസിനും ഔട്ട്പുട്ട് 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, ആദ്യം ഓർ ചെയ്യുക അല്ലേ. ഇപ്പോൾ 1 1 1 എടുക്കാം. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 1, സി ഈക്വൽ ടു 1. അപ്പോൾ ആദ്യം നമ്മൾ ഓർ ചെയ്യുന്നു, 1 ഓർ 1 ഓർ 1. സോ ഓർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓർ ഓപ്പറേഷൻ ലോജിക്കൽ ഓർ 1 ആയിരിക്കും അല്ലേ. ആൻഡ് ദെൻ കോംപ്ലിമെൻറ്റ്, എന്നിട്ട് നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. So now the next gate is XOR gate. So XOR gate is also called exclusive OR. അപ്പോൾ സിമ്പിൾ ശ്രദ്ധിക്കുക, ദിസ് ഈസ് ദ ലോജിക്കൽ സിമ്പിൾ എക്സ് വൈ ആൻഡ് എഫ്. എക്സ് ഈസ് ദ ഫസ്റ്റ് ഇൻപുട്ട്, വൈ ഈസ് ദ സെക്കൻഡ് ഇൻപുട്ട് ആൻഡ് എഫ് ഈസ് ദി ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അൾജിബ്രൈക് ഇക്വേഷൻ നമ്മൾ ഈ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതായത് എഫ് ഈസ് ഈക്വൽ ടു എക്സ് XOR വൈ. ഈ സിമ്പിൾ ഓർത്ത് വെക്കുക, ഇത് എക്സോറിൻ്റെ സിമ്പിളാണ്. ആൻഡ് ഇതാണ് അതിൻ്റെ ഒരു അൾജിബ്രൈക് ഇക്വേഷൻ. എഫ് ഈക്വൽ ടു എക്സ് വൈ കോംപ്ലിമെൻറ്റ് പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റ് വൈ. ഇപ്പോൾ നമ്മുടെ രണ്ട് ഇൻപുട്ട്സ് എന്ന് പറയുന്നത് എക്സും വൈയും ആണ്. അപ്പോൾ എഫ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ കോംപ്ലിമെൻറ്റ് പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റ് ഇൻറ്റു വൈ. സോ ഈ ഇക്വേഷനാണ് നമ്മുടെ എക്സോർ ഇക്വേഷൻ. ആൻഡ് ഇത് ട്രൂത്ത് ടേബിൾ എക്സ് വൈ എഫ്. സോ 4 കോമ്പിനേഷൻ 0 0 0 1 1 0 1 1 അല്ലേ. സോ ഔട്ട്പുട്ട് എഫ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാമല്ലോ, എഫ് ഈക്വൽ ടു എക്സ് വൈ കോംപ്ലിമെൻറ്റ് പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റ് വൈ. നമുക്ക് ഈ ഒരു കേസ് എടുക്കാം. എക്സ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1. സോ എഫ് ഈക്വൽ ടു എക്സ് ഈസ് 1 അല്ലേ, 1 ഡോട്ട് വൈ കോംപ്ലിമെൻറ്റ്. വൈ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ വൈ 1 ആണ്. അപ്പോൾ വൈ കോംപ്ലിമെൻറ്റ് ഈസ് 0 പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റ്. എക്സ് 1 ആണല്ലോ, അപ്പോൾ എക്സ് കോംപ്ലിമെൻറ്റ് ഈസ് 0 ഡോട്ട് വൈ ഈസ് 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡോട്ട് 0 ഈസ് 0 പ്ലസ് 0 ഡോട്ട് 1 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ദാറ്റ് ഈസ് 0. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ട് വാല്യൂസിൻ്റെ എക്സോർ ഔട്ട്പുട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് സിമ്പിൾ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് XOR gate എന്ന് പറയുമ്പോൾ it requires that exclusively only one of the inputs should be equal to logic 1 to get an output logic 1. അതായത് ലോജിക് 1 ഔട്ട്പുട്ട് വേണമെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ഓൺലി വൺ ഓഫ് ദ ഇൻപുട്ട് ഹാസ് ടു ബി 1. ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം 1 ആയിരിക്കണം. ദാറ്റ് ഈസ് XOR, എക്സ്ക്ലൂസീവ് OR എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം 1 ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് 1 ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ട്രൂത്ത് ടേബിൾ ഈ സെക്കൻഡ് കേസ് നോക്കിക്കേ, ഇവിടെ വൈ മാത്രമേ 1 ആവുന്നുള്ളൂ, അപ്പോൾ ഔട്ട്പുട്ട് ഈസ് 1. ഇവിടെ എക്സ് മാത്രമേ 1 ആവുന്നുള്ളൂ, ഔട്ട്പുട്ട് ഈസ് 1. ഇവിടെ രണ്ട് ഇൻപുട്ട്സും 1 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. സോ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ 1 ആവാൻ പാടുള്ളൂ, ലോജിക്കൽ 1 ഔട്ട്പുട്ട് വേണമെങ്കിൽ.
ഇൻപുട്ട്സ് രണ്ടും ഈക്വൽ ആവുമ്പോൾ ഈ കണ്ടീഷൻ ശ്രദ്ധിക്കുക, രണ്ട് ഇൻപുട്ട്സും ഈക്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ട്സ് ഈക്വൽ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. സോ ഇവിടെ നോക്കിയേ 0 0, സോ ഔട്ട്പുട്ട് ഈസ് ഓൾസോ 0. 1 1, ഔട്ട്പുട്ട് ഈസ് 0. അപ്പോൾ ഇഫ് ബോത്ത് ഇൻപുട്ട്സ് ആർ ലോജിക് 0, ഔട്ട്പുട്ട് ഈസ് ലോജിക് 0. ഇഫ് ബോത്ത് ഇൻപുട്ട്സ് ആർ ലോജിക് 1, ഔട്ട്പുട്ട് ഈസ് ലോജിക് 0. സോ ഇറ്റ് ഈസ് എ 2 ഇൻപുട്ട് 1 ഔട്ട്പുട്ട് സർക്യൂട്ട്. നമ്മൾ രണ്ട് ഇൻപുട്ട്സ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് XOR ഗേറ്റ് ഈസ് ഓൾസോ ആൻ ഇൻഇക്വാലിറ്റി ഡിറ്റക്ടർ. ഇപ്പോൾ രണ്ട് വേരിയബിൾസ്, രണ്ട് ലോജിക്കൽ വേരിയബിൾസ് എ ബി. സോ ഈ രണ്ട് വേരിയബിൾസ് ഈക്വൽ ആണോ ഇൻഈക്വൽ ആണോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ XOR ഗേറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ XOR ഗേറ്റ് യൂസ് ചെയ്യുന്നു. XOR ഗേറ്റ് യൂസ് ചെയ്തിട്ട് രണ്ട് ഇൻപുട്ട്സ് കൊടുക്കുന്നു. സോ ഫസ്റ്റ് ഇൻപുട്ട് ഈസ് എ ആൻഡ് ഫസ്റ്റ് ഇൻപുട്ട് ഈസ് ബി. രണ്ട് ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ XOR ഗേറ്റ് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, ദാറ്റ് ഈസ് എഫ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ചെക്ക് ദിസ് ഔട്ട്പുട്ട് ആൻഡ് ഈ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ will be equal to 1 if A not equal to B, and this output will be equal to 0 if A equal to B. അപ്പോൾ രണ്ട് ഇൻപുട്ട്സ് ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമുക്ക് XOR ഗേറ്റ് യൂസ് ചെയ്യാം. സോ ഈ ട്രൂത്ത് ടേബിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമല്ലോ. രണ്ട് ഇൻപുട്ട്സും ഈക്വൽ ആവുമ്പോൾ XOR ഗേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് 0 ആണ്. രണ്ട് ഇൻപുട്ട്സും അൺഈക്വൽ ആണെങ്കിൽ, രണ്ടും ഈക്വൽ അല്ലെങ്കിൽ XOR ഗേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ XOR ഗേറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഇക്വാലിറ്റി ഡിറ്റക്ടർ. രണ്ട് വേരിയബിൾസ് നോട്ട് ഈക്വൽ ആണോ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാം. ബിക്കോസ് ഇൻപുട്ട്സ് നോട്ട് ഈക്വൽ ആവുമ്പോൾ XOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. സോ ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് 1 വെൻ ബോത്ത് ഇൻപുട്ട്സ് ആർ നോട്ട് ഈക്വൽ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് രണ്ട് വേരിയബിൾസ് ഈക്വൽ ആണോ ഇൻഈക്വൽ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഇക്വാലിറ്റി ഡിറ്റക്ടർ. So next gate is XNOR gate. അപ്പോൾ XNOR gate എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് XOR gate ആൻഡ് NOT gate. സോ ഇതാണ് എൻ്റെ ഒരു ലോജിക് സിമ്പിൾ. ദേ ഹാവ് യൂസ്ഡ് ആൻ XOR gate ആൻഡ് എ NOT gate. എ ബി ആണ് രണ്ട് ഇൻപുട്ട്സ്. ആൻഡ് ഈ ഒരു സിമ്പിൾ ഓർത്ത് വെക്കുക, X ഈക്വൽ ടു എ. ദിസ് ഈസ് XNOR ഓപ്പറേഷൻ. X ഈക്വൽ ടു എ, ഈ സിമ്പിൾ ഓർത്ത് വെക്കുക, XNOR B. XORൻ്റെ സിമ്പിൾ ഓർമ്മയുണ്ടല്ലോ, എ XOR B. ദിസ് ഈസ് XOR ഓപ്പറേഷൻ ആൻഡ് ദിസ് ഈസ് XNOR ഓപ്പറേഷൻ. ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടാവണം, ദാറ്റ് ഈസ് എ ബി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. ദിസ് ഈസ് XNOR ഇക്വേഷൻ. X ഈക്വൽ ടു എ XNOR B, that is actually equal to AB plus A complement B complement. XORൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, X ഈക്വൽ ടു A complement B plus B complement A. So this is truth table. A is the first input, B is the second input. അപ്പോൾ 4 കോമ്പിനേഷൻസ് 0 0 0 1 1 0 1 1. So X ഈക്വൽ ടു A XNOR B. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു കേസ് എടുക്കാം. എ ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 0. എ ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 0. സോ കെ ഈസ് ഈക്വൽ ടു എഫ് അല്ലേ, നമുക്ക് ഔട്ട്പുട്ട് എഫ് ആയിട്ട് യൂസ് ചെയ്യാം, എഫ്. സോ എഫ് ഈക്വൽ ടു എ ബി എന്ന് പറയുമ്പോൾ 0.0, ദാറ്റ് ഈസ് 0 പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ഈസ് 1, ബി കോംപ്ലിമെൻറ്റ് ഈസ് ഓൾസോ 1. അപ്പോൾ 1.1 ഈസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. So this is how XNOR values are generated using this equation. അപ്പോൾ ഈ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഔട്ട്പുട്ട് ഈസ് ലോജിക് 1 only if both inputs are equal. അപ്പോൾ XNOR ഗേറ്റ് രണ്ട് ഇൻപുട്ട്സും ഈക്വൽ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ലോജിക്കൽ 1. ആൻഡ് ഇറ്റ് ഈസ് എ 2 input 1 output circuit and it is can be used as an equality detector. It can be used as an equality detector കാരണം രണ്ട് ഇൻപുട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ഇൻപുട്ട്സും ഈക്വൽ ആവുമ്പോൾ ഔട്ട്പുട്ട് ഈസ് ലോജിക്കൽ 1. XOR ഗേറ്റ് നമ്മൾ കണ്ടായിരുന്നു. XOR ഗേറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഇക്വാലിറ്റി ഡിറ്റക്ടർ. അതായത് കാരണം ഇവിടെ രണ്ട് ഇൻപുട്ട്സ് അൺഈക്വൽ ആവുമ്പോഴാണ് ഔട്ട്പുട്ട് 1 ആവുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇൻഇക്വാലിറ്റി ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്.
XNOR ഗേറ്റിൽ രണ്ട് ഇൻപുട്ട്സ് ഈക്വൽ ആവുമ്പോഴാണ് ഔട്ട്പുട്ട് 1 ആവുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. ഈക്വാലിറ്റി ഡിറ്റക്ടറായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോജിക്കൽ ഗേറ്റ്സിനെ കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. സോ ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് ആൻഡ് നോട്ട് ഓർ. സോ ആൻഡ് ഓപ്പറേഷൻ ഓർമ്മയുണ്ടല്ലോ, F equal to x dot y and output is logic 1 if only if all its inputs are 1. എല്ലാ ഇൻപുട്ട്സും 1 ആണെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആകുന്നുള്ളൂ. ആൻഡ് ഓർ ഗേറ്റ്, ഇതാണ് അതിൻ്റെ അൽജിബ്രൈക് ഇക്വേഷൻ, ലോജിക്കൽ സിമ്പിൾ ആൻഡ് ഔട്ട്പുട്ട് ഈസ് ലോജിക്കൽ 1 ഇഫ് എനി ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് ലോജിക്കൽ 1. ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും ലോജിക്കൽ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ലോജിക്കൽ 1 ആയിരിക്കും. അതുപോലെ നോട്ട് ഗേറ്റ് വളരെ സിമ്പിളാണ്. ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഡിറൈവ്ഡ് ഗേറ്റ്സ് നമുക്കറിയാം, നാൻഡ്, നോർ, എക്സ്ക്ലൂസീവ് ഓർ എക്സ്ക്ലൂസീവ് നോർ. ഇപ്പോൾ നാൻഡ് ഗേറ്റ് അറിയാമല്ലോ, കോമ്പിനേഷൻ ഓഫ് നോട്ടും ഒരു ആൻഡും, ആൻഡ് പ്ലസ് ഇൻവെർട്ടർ. ആൻഡ് ഇഫ് എനി വൺ ഓഫ് ദ ഇൻപുട്ട് ഈസ് ലോജിക് 0 ഔട്ട്പുട്ട് ഈസ് ലോജിക് 1. ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും ലോജിക് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ലോജിക്കൽ 1 ആയിരിക്കും. പിന്നെ നോർ ഗേറ്റ് ആയിരുന്നു. നോർ ഗേറ്റ് കോമ്പിനേഷൻ ഓഫ് ഓർ ഗേറ്റും ഒരു ഇൻവെർട്ടറും. ഇവിടെ ബോത്ത് ഇൻപുട്ട്സ് ആർ ലോജിക് 0 ഔട്ട്പുട്ട് ഈസ് ലോജിക് 1. രണ്ട് ഇൻപുട്ട്സും ലോജിക്കൽ 0 അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇൻപുട്ട്സും ലോജിക്കൽ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ലോജിക്കൽ 1 ആവുന്നുള്ളൂ. Now XOR gate requires that exclusively only one of the inputs be equal to logic 1 to get output logical 1. ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം 1 ആവുകയാണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ലോജിക്കൽ 1 ആവുന്നുള്ളൂ. ആൻഡ് മറ്റൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് ആൻ ഇൻഈക്വാലിറ്റി ഡിറ്റക്ടർ. രണ്ട് ഇൻപുട്ട്സ് ഇൻഈക്വൽ ആണെങ്കിൽ XOR ഗേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് വേരിയബിൾസ് ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാം. ഈ സിമ്പിൾ ഓർത്ത് വെക്കുക, XOR ഓപ്പറേഷൻ്റെ ഈ ഇക്വേഷനും ഓർത്ത് വെക്കുക. ആൻഡ് XNOR ഗേറ്റ്, ഇതാണ് സിമ്പിൾ ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇവിടെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇക്വാലിറ്റി ഡിറ്റക്ടർ. കാരണം രണ്ട് ഇൻപുട്ട്സ് ഈക്വൽ ആവുമ്പോൾ XNOR ഗേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് 1 ആണ്. നൗ ഈ XOR ഗേറ്റിൻ്റെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. So first property A XOR 1 is equal to A complement. This is the first property. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൂഫ് നോക്കാം. Now A XOR 1 is equal to XOR ഇക്വേഷൻ അറിയാമല്ലോ. ഇപ്പോൾ X XOR Y, X XOR Y equal to X into Y complement plus Y complement into X. This is XOR equation. അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. ദിസ് ഈസ് X ആൻഡ് ദിസ് ഈസ് Y. അപ്പോൾ we will get A dot 1 complement plus 1 complement dot A. അപ്പോൾ ഇവിടെ A dot 1 complement 0 ആണല്ലോ. അപ്പോൾ A dot 0 0 plus ഇവിടെ വീണ്ടും 1 complement is 0. So that is equal to I'm sorry, ചെറിയ മിസ്റ്റേക്ക് വന്നല്ലേ, സോറി. അതായത് എക്സ് വൈ കോംപ്ലിമെൻറ്റ് പ്ലസ് വൈ കോംപ്ലിമെൻറ്റ് എക്സ്. അപ്പോൾ എ ഡോട്ട് 1 കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് 1 അല്ലേ, എക്സ് ഇൻറ്റു വൈ കോംപ്ലിമെൻറ്റ്. ദിസ് ഈസ് ഇക്വേഷൻ. X XOR Y equal to X into Y complement plus X complement into Y. Yeah, X into Y complement plus X complement into Y. So A dot 1 complement plus A complement into 1. So നമുക്കറിയാമല്ലോ A dot 1 complement is equal to 0. So 0 plus A complement dot 1, that is A complement. So 0 plus A complement is equal to A complement. So this is a property of XOR gate. A XOR 1 equal to A complement. Now second property, A XOR 0 is equal to A. ഇതിൻ്റെ ഒരു പ്രൂഫ് നോക്കാം. A XOR 0 is equal to, നമ്മൾ ഈ ഇക്വേഷൻ തന്നെ വീണ്ടും അപ്ലൈ ചെയ്യുന്നു. ഇത് എക്സ് ആയിട്ട് എടുക്കുക, ഇത് വൈ ആയിട്ട് എടുക്കുക. ഈ ഇക്വേഷൻ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സോ എ ഡോട്ട് 0 കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ്
dot 0. Now that is equal to a dot 0 complement is 1 plus a complement dot 0, that is 0. So a dot 1 equal to a. Now this is the second property, a XOR 0 equal to a. Now third property, a XOR a is equal to 0. In the proof, a XOR a is equal to, വീണ്ടും നമ്മുടെ പഴയ ഇക്വേഷൻ x XOR y equal to x into y complement plus x complement into y. അപ്പോൾ a XOR a, this is x, this is y. So that is equal to a dot a complement plus a complement dot a. Both x and y are equal to a, അല്ലേ? That is equal to a dot a complement. നമുക്ക് അറിയാലോ, this as per Boolean law, a dot a complement is equal to 0. ഇവിടെ a complement dot a, that is equal to 0. So your answer will be 0. So this is another property of XOR gate. ഒരു വേരിയബിൾ ആ സെയിം വേരിയബിളുമായിട്ട് XOR ചെയ്യുമ്പോൾ you will get 0. Next property, a XOR a complement is equal to 1. ഇതിൻ്റെ ഒരു പ്രൂഫ് നോക്കാം. a XOR a complement is equal to, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, XORൻ്റെ ഇക്വേഷൻ, that is a dot a complement and a complement, അല്ലേ? This is x is a and y is a complement. അപ്പോൾ x dot y complement, so a complement again complement plus a complement dot a complement. X is a complement and this is x complement and this is y, that is a complement. So that is a dot a double complement is a, അല്ലേ? Plus a complement dot a complement is a complement. അപ്പോൾ ഇത് ആസ് പെർ ബൂലിയൻ ലോസ് ആണ്, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ എ ഡോട്ട് എ ഈസ് ഈക്വൽ ടു എ പ്ലസ് എ കോംപ്ലിമെൻറ്റ്. സോ എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ദീസ് ടു പ്രോപ്പർട്ടീസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഈ പ്രോപ്പർട്ടീസ് തന്നെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അതായത് XOR ഗേറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇന്നീക്വാലിറ്റി ഡിറ്റക്ടർ. രണ്ട് ഇൻപുട്ട്സ് ഇന്നീക്വൽ ആകുമ്പോഴായിരിക്കും ഔട്ട്പുട്ട് 1 ആവുന്നത്. രണ്ട് ഇൻപുട്ട്സും ഈക്വൽ ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, ലോജിക്കൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആ പ്രോപ്പർട്ടി തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Now next property, AB XOR AC equal to A into B XOR C. So AB XOR AC equal to, so this is x and this is y, അല്ലേ? നമുക്ക് നോർമൽ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. x XOR y is equal to x into y complement plus y complement into x, ഈ ഒരു y into x complement. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. x into y complement plus x complement into y. സോ ഈ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുക. യു വിൽ ഗെറ്റ് എ ബി ഡോട്ട് എ സി കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് എ സി, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ഓഫ്, സോ ഇവിടെ നമ്മൾ ഡിമോർഗൻസിൽ അപ്ലൈ ചെയ്യുന്നു എ സി കോംപ്ലിമെൻറ്റ്. സോ യു വിൽ ഗെറ്റ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റ് ബൈ ഡിമോർഗൻസ് ലോ പ്ലസ് സിമിലർലി ഇവിടെ എ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് dot AC. So that is equal to AB A complement plus AB C complement multiply ചെയ്യുന്നു plus A complement AC plus B complement AC. Now that is equal to, see ഇവിടെ എയും എ കോംപ്ലിമെൻറ്റും വരുന്നുണ്ട് ഡോട്ട്, അല്ലേ? എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് 0. അതുപോലെ ഇവിടെ എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ്, സോ ദിസ് ടേം ഈസ് ഓൾസോ 0. അപ്പോൾ നമുക്ക് എന്തായിരിക്കും റിമൈനിങ്? എ ബി സി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് എ സി. അപ്പോൾ അവിടെ ഈ രണ്ട് ടേംസാണ് ലെഫ്റ്റ് ഔട്ട്, അല്ലേ? ആ രണ്ട് ടേംസിൽ എ കോമൺ ആണ്. സോ ബി സി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു, ഇതെന്താണ്? ബി സി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബി XOR സി. സോ ദിസ് ഈസ് അനദർ പ്രോപ്പർട്ടി.
അപ്പോൾ നമ്മളിവിടെ ഈ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ബേസിക് ലോജിക് ഗേറ്റ്സ്, ഡിറൈവ്ഡ് ലോജിക് ഗേറ്റ്സ്, പിന്നെ എക്സോർ ഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ലോജിക് ഗേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് തന്നെ ഈ ലോജിക് ഗേറ്റ്സ് ആണ്. സോ താങ്ക് യു.